നമസ്കാരം, എല്ലാവർക്കും രുദ്രാഭിഷേകൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ അധ്യായത്തിൽ അശ്വതി നക്ഷത്രത്തിൻ്റെ പൊതു സ്വഭാവങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. 27 നക്ഷത്രങ്ങളിൽ ഒന്നാമത്തെ നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം. അശ്വിനി ദേവതകളാണ് നക്ഷത്ര ദേവതകൾ. കന്നി തുലാം രാശിയിൽ സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമാണ്. നക്ഷത്രനാഥൻ കേതുവാണ്. ദേവഗണത്തിൽപ്പെട്ട നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം. നക്ഷത്ര വൃക്ഷം എന്ന് പറയുന്നത് കാഞ്ഞിരമാണ്. മൃഗം എന്ന് പറയുന്നത് കുതിരയാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, ഒന്നും കൂടി പറഞ്ഞു എന്നേ ഉള്ളൂ. അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാനും അത് നടത്താനും അത് വിജയത്തിലെത്തിക്കാനും ഒരു പ്രത്യേക കഴിവ് തന്നെയാണ് ഇവർക്കുള്ളത്. ഉയർന്ന ചിന്താഗതികളും ഉയർന്ന സങ്കല്പവുമാണ് ഇവർക്കുള്ളത്. ആരുടെയും കീഴിൽ ജോലി ചെയ്യാൻ ഇവർക്ക് താല്പര്യം വളരെ കുറവായിരിക്കും. രഹസ്യങ്ങൾ എപ്പോഴും ഉള്ളിലൊതുക്കുന്ന ഒരു സ്വഭാവം തന്നെയായിരിക്കും ഇവർക്ക്. ഒരാളെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അവരെ കൃത്യമായി പഠിച്ച് എങ്ങനെയുള്ളവരാണ് എന്ന് നോക്കിയതിന് ശേഷം മാത്രമായിരിക്കും ഇവർ കൂടുതലായി ഇടപഴകാൻ ശ്രമിക്കുന്നത്. ശത്രുക്കൾക്ക് ഇവരെ പ്രതിരോധിക്കാൻ വളരെ പ്രയാസമായിരിക്കും. ഇവർക്കിഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് ഇവർ പെട്ടെന്ന് തന്നെ വളരെ അകലം പാലിച്ചു പോകുന്നതാണ്. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവെ സൗന്ദര്യവും ആരോഗ്യവുമുള്ളവരായിരിക്കുന്നതാണ്. ബുദ്ധിസാമർഥ്യം കൊണ്ടും കഴിവുകൊണ്ടും വളരെയധികം മുൻപന്തിയിലായിരിക്കും ഇവർ. ഓർമ്മശക്തി കൊണ്ട് വളരെയധികം അനുഗ്രഹീതരായ ഇവർ ഏത് കാര്യങ്ങളും വളരെയധികം പഠിച്ചതിന് ശേഷം മാത്രമായിരിക്കും തീരുമാനങ്ങൾ എടുക്കുന്നത്. ഗംഭീരമായ മുഖഭാവം, വലിയ നെറ്റി, നീണ്ട മൂക്ക് തുടങ്ങിയ ഇവരുടെ പ്രത്യേകതകളാണ്. തീരുമാനങ്ങൾ എടുക്കാൻ അല്പം താമസം വന്നു ചേർന്നാലും പക്ഷേ എടുത്ത തീരുമാനങ്ങളിൽ തന്നെ ഇവർ ഉറച്ചു നിൽക്കുന്ന ഒരു സ്വഭാവമുള്ളവരാണ്. ഇനി എന്തൊക്കെ ബുദ്ധിമുട്ടുകളും കഷ്ടങ്ങളും നഷ്ടങ്ങളും ഉണ്ടായാൽ പോലും എടുത്ത തീരുമാനങ്ങളിൽ ഇവർ ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യും. അതിൽ നിന്ന് ആരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങി ഇവർ പിന്മാറുകയില്ല. സ്നേഹം തോന്നുന്നവർക്ക് വേണ്ടി എന്ത് ത്യാഗം ചെയ്യാനുള്ള ഒരു സന്നദ്ധത കാണിക്കുന്നതാണ്. ഏത് പ്രതികൂല സാഹചര്യത്തിൽ പോലും വളരെ നല്ല രീതിയിൽ പെരുമാറാൻ ഇവർക്കൊരു പ്രത്യേക കഴിവ് തന്നെയുണ്ട്. അന്യർക്ക് ഉപദേശം കൊടുക്കാനും ദുഃഖിതരെ സമാധാനിപ്പിക്കാനും അസാധാരണമായ ഒരു കഴിവ് തന്നെ ഇവർക്കുണ്ടെന്ന് പറയാം. പക്ഷെ സ്വന്തം കാര്യങ്ങളിൽ അന്യരുടെ ഉപദേശം സ്വീകരിക്കാൻ ഇവർക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. ആചാരമര്യാദകൾ പാലിക്കുന്നതിൽ വളരെയധികം ശ്രദ്ധിക്കും. സ്വന്തം കാര്യങ്ങൾക്ക് തികഞ്ഞ യാഥാസ്ഥികത്വം പാലിക്കും. യുക്തിക്ക് നിരക്കാത്ത ഒന്നും അംഗീകരിച്ചെന്ന് വരികയില്ല. എല്ലാ കാര്യങ്ങളെയും ഒരു നിരൂപണ ബുദ്ധിയോടെ നോക്കിക്കാണുന്നവരാണിവർ. ആതുര സേവന രംഗത്ത് ഇവർ വളരെയധികം ശോഭിക്കുന്നതാണ്. വൈദ്യരംഗത്തും മെഡിക്കൽ മേഖലകളിലും ഇവർക്ക് വളരെയേറെ പ്രയോജനം വന്നു ചേരുന്ന മേഖലകളാണ്. നിയമപാലനം, രാഷ്ട്രീയം, സംഗീതം, സാഹിത്യം, ചിത്രമെഴുത്ത് എന്നീ മേഖലകൾ ഇവർക്ക് വളരെയേറെ ഗുണം ചെയ്യുന്നവയാണ്. ആശങ്കയും ആകുല ചിന്തകളും മനസ്സിനെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കും. കുടുംബാംഗങ്ങളുമായി അടുപ്പക്കുറവുണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. കുടുംബത്തിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്നും കാര്യമായ പ്രയോജനങ്ങൾ ലഭിച്ചെന്ന് വരികയില്ല. സ്വന്തം പരിശ്രമം കൊണ്ടായിരിക്കും ഇവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കുക. സാമ്പത്തികമായ ചെലവ് നിയന്ത്രിക്കാൻ ശ്രമിക്കുമെങ്കിലും അതിന് അധികമൊന്നും വിജയിച്ചെന്ന് വരികയില്ല. ഉദരസംബന്ധമായ രോഗങ്ങൾ മൂലം വാതം, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ തുടങ്ങിയവ ഉണ്ടാകുന്നതാണ്. ഔഷധങ്ങൾ ഉപയോഗിക്കാൻ മടി കാണിക്കുന്നതും പ്രകൃതിക്കനുസരിച്ച് ജീവിക്കാനും അങ്ങനെ രോഗശാന്തി വരുത്താനും ശ്രമിക്കുന്നവരാണ് ഇവരിൽ ഭൂരിഭാഗം പേരും. ഏകദേശം 29 വയസ്സിന് ശേഷമായിരിക്കും ഇവരുടെ ജീവിതത്തിൽ ഒരു നല്ല സമയത്തിന് തുടക്കം വന്നു ചേരാൻ സാധ്യത. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർ നല്ല ആരോഗ്യമുള്ളവരും പ്രായോഗിക ബുദ്ധി കൂടുതലുള്ളവരുമായിരിക്കും. വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു നക്ഷത്രം തന്നെയാണ്. ജീവിതത്തിൽ അടുക്കും ചിട്ടയും വളരെയധികം കൂടുതലുള്ള ഒരു നക്ഷത്ര ജാതകത തന്നെയാണ്. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർ പ്രണയത്തോട് അമിതമായ താല്പര്യമുള്ളവരായിരിക്കും. ഇവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങൾക്കും മുൻപന്തിയിൽ നിൽക്കണമെന്നുള്ളൊരു ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെ വളരെയധികം പ്രശ്നങ്ങൾ വന്നു ചേരാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെ ഇവർ ഒരു കാര്യത്തിൽ ഏറ്റെടുത്ത് മുൻപന്തിയിൽ നിന്നാൽ തന്നെ അത് വളരെയധികം വിജയത്തിലെത്തിക്കാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. കുടുംബപരമായി നോക്കുകയാണെങ്കിൽ അശ്വതി നക്ഷത്ര ജാതകർ വളരെ നേരത്തെ വിവാഹം കഴിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വിട്ടുവീഴ്ച മനോഭാവവും ഇല്ലാത്തതിനാൽ
കുടുംബത്തിൽ വളരെ അധികം പ്രശ്നങ്ങളുണ്ടാവാനും ബന്ധങ്ങളിൽ അകൽച്ച വന്നു ചേരാനും വിവാഹമോചനങ്ങളിൽ എത്തിച്ചേരാനുമുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അങ്ങനെ ഒരു അകൽച്ച വന്നു പോയി കഴിഞ്ഞിട്ടുള്ള ബന്ധങ്ങൾ സംസാരിച്ച് തീരുമാനമായാൽ അത് എന്നേക്കുമായി ദൃഢമായി നിൽക്കുന്നതുമായിരിക്കും. ഇവരെ സംബന്ധിച്ചിടത്തോളം വിട്ടുവീഴ്ച മനോഭാവം തീരെയില്ല. എന്ത് കാര്യത്തിനും അവർ തീരുമാനിച്ച കാര്യങ്ങൾ തന്നെ നടക്കണമെന്ന ഒരു വാശിയുള്ളത് കൊണ്ട് തന്നെ പല പ്രശ്നങ്ങളും അങ്ങനെ വന്നു ചേരുന്നതാണ്. കുടുംബത്തിൽ സൗമ്യവും സമാധാനവുമുള്ള ഒരു അന്തരീക്ഷം വന്നു ചേരണമെങ്കിൽ വിട്ടുവീഴ്ച മനോഭാവത്തോടെ മുന്നോട്ട് പോയാൽ ഇവരുടെ കുടുംബജീവിതവും വളരെയധികം ഐശ്വര്യപൂർണ്ണമായി തീരുന്നതാണ്. ഇവർ മറ്റുള്ളവർക്ക് വേണ്ടി വളരെയധികം ബാധ്യതകളും കടങ്ങളും എല്ലാം വാങ്ങിച്ചു കൂട്ടി കെണിയിൽപ്പെടുന്ന ഒരു നക്ഷത്രമാണ്. വരവിനേക്കാൾ കൂടുതൽ ചെലവാക്കുന്ന സ്വഭാവമുള്ളവരാണ്. എന്നിരുന്നാലും പൊതുമധ്യത്തിൽ ഇവർക്ക് വളരെയധികം ഒരു മാന്യത ഉള്ള വ്യക്തിത്വമായിരിക്കും. എത്ര പരാജയപ്പെട്ടാലും ഇവർ ആ ശ്രമിച്ച കാര്യത്തിന് വേണ്ടി പിന്നെയും പിന്നെയും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇവരുടെ ഒരു പ്രത്യേകത തന്നെയാണ്. വിദേശ ജോലികൾ, യാത്രകൾ എന്നിവ ഇവർ കൂടുതൽ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ്. അശ്വതി നക്ഷത്രത്തിൻ്റെ ദോഷകാലങ്ങളെന്ന് പറയുന്നത് സൂര്യൻ, ചൊവ്വ, വ്യാഴം എന്നീ ദശാകാലങ്ങൾ ഈ നക്ഷത്ര ജാതകർക്ക് വളരെയധികം ദോഷം ചെയ്യുന്നതാണ്. ഇവർ അശ്വതി, മൂലം, മകം എന്നീ നാളുകളിൽ ക്ഷേത്ര ദർശനം നടത്തണം. പ്രത്യേകിച്ച് ഗണപതി പ്രീതി വരുത്തേണ്ടത് അത്യാവശ്യമാണ്. ജന്മനക്ഷത്രങ്ങളിൽ ഗണപതി ഹോമം നടത്തുന്നത് ഉത്തമമായിരിക്കും. ചൊവ്വയെ പ്രീതിപ്പെടുത്തുന്നതും മന്ത്രങ്ങൾ ജപിക്കുന്നതും ചൊവ്വയും അശ്വതിയും ഒത്തുചേരുന്ന ദിവസം സുബ്രഹ്മണ്യ ഭജനം നടത്തുകയും ചെയ്യണം. കാർത്തിക, മകീരം, പുണർദം, അനിഴം, തൃക്കേട്ട, വിശാഖം 4-ാം പാദം എന്നീ നക്ഷത്രങ്ങൾ അശ്വതി നക്ഷത്ര ജാതകർക്ക് പ്രതികൂലങ്ങളാണ്. നക്ഷത്രദേവത അശ്വിനി ദേവതകളായതുകൊണ്ട് തന്നെ ഈ നക്ഷത്ര ജാതകർ ഈ ദേവതയുടെ മന്ത്രങ്ങൾ നിത്യവും ജപിക്കുന്നത് വളരെയധികം ഉത്തമമാണ്. ചുമന്ന വസ്ത്രങ്ങൾ അണിയുന്നത് ഭാഗ്യം വർദ്ധിപ്പിക്കാൻ നല്ലതാണ്. ഇവരുടെ നക്ഷത്ര ദേവത അശ്വിനി ദേവകളായതുകൊണ്ട് തന്നെ ഈ ദേവതയുടെ മന്ത്രങ്ങൾ നിത്യവും ജപിക്കുന്നത് ഇവരുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങളും ഗുണങ്ങളും നൽകുന്നത് തന്നെയായിരിക്കും. നിങ്ങളെക്കൊണ്ടാവുന്ന രീതിക്ക് ആവുന്നത് പോലെ തന്നെ ഈ മന്ത്രങ്ങൾ ജപിക്കാൻ ശ്രമിക്കുക. മന്ത്രമെന്ന് പറയുന്നത് ഓം അശ്വിനി കുമാരാഭ്യം നമ എന്നാണ്. അശ്വതി നക്ഷത്രത്തിൽപ്പെട്ട എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ചോറ്റാനിക്കരമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ.